മാഹിയിലെ CPM അണികളുടെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെന്ന് MLA വി രാമചന്ദ്രൻ. മക്കൾ നീതി മയ്യത്തിന് വോട്ട് ചെയ്യാൻ നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. മാഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കണമെന്നാണ് CPM ആഗ്രഹിക്കുന്നതെന്നും വി രാമചന്ദ്രൻ മീഡിയ വണിനോട് പറഞ്ഞു. CPM സ്വതന്ത്രനായാണ് വി രാമചന്ദ്രൻ മാഹിയിൽ വിജയിച്ചത്. ആന്ധ്ര, തമിഴ്നാട്, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ലോക്സഭാ മണ്ഡലമാണ് പുതുച്ചേരി. 30 നിയമസഭാ മണ്ഡലങ്ങളാണ് പുതുച്ചേരിയുടെ ഭാഗമായുള്ളത്. ഇതിൽ ഒന്നാണ് മാഹി നിയമസഭാ മണ്ഡലം. എന്തായാലും മാഹി MLA അദ്ദേഹം ഇവിടെ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ പന്തക്കൽ അവിടെ വോട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊപ്പം മീഡിയ വണ്ണിനൊപ്പം ചേരുന്നുണ്ട്. എന്താണ് വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. എന്താണ് തവണത്തെ ഒരു പ്രതീക്ഷ? ഇത്തവണ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം വളരെ ശക്തരായ 2 കാൻഡിഡേറ്റ് ഉണ്ട്. 18ഓളം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും 2 പേർ തമ്മിലാണ് വളരെ പ്രധാനപ്പെട്ട മത്സരമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രവചിക്കാൻ പറ്റില്ല. എന്തായാലും പുതുച്ചേരിയിലെ ഒരു വളരെ രസകരമായൊരു തെരഞ്ഞെടുപ്പും കൂടിയാണ്. അതായത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ NDAയുടെയും 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതുപോലെ മക്കൾ നീതി മയ്യം അടക്കം 18ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇവിടെ മാഹിയിൽ മാത്രം CPM പക്ഷേ പിന്തുണയ്ക്കുന്നത് മക്കൾ നീതി മയ്യത്തെയാണ്. മറ്റുള്ള 29 സ്ഥലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട്? കേരളത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്നത് ലെഫ്റ്റും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിന്നെ UDF തമ്മിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യില്ല. കാരണം അത് തൊട്ടടുത്തുള്ള കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തെയും വടകര പാർലമെൻറ്റിനെ ബാധിക്കും. ആ സ്ട്രാറ്റജി പ്രകാരമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. പക്ഷേ ബഹുഭൂരിപക്ഷം അനുയായികളും മിക്കവാറും പോണ്ടിച്ചേരിയിലുള്ള ആ സഖ്യത്തിന് അനുകൂലമായി നിൽക്കും മാഹിയിലും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. മാഹി കൊണ്ട് മാത്രം ജയിക്കില്ലല്ലോ. മാഹിയിൽ മിക്കവാറും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായിരിക്കും സാമാന്യം നല്ല വോട്ട് ലഭിക്കുക. ഒരുപക്ഷെ CPM നേതൃത്വത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ ഈ MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. വൈകിട്ട് 7 മണി വരെയാണ് തെരഞ്ഞെടുപ്പ്. വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തോതിൽ പരിശോധനകളും മറ്റും മാഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല.